അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ അദ്ദേഹം തന്നെ പറയുകയാണ്, കാനൽ മുശ്രികൂന യഖൂലൂന, മക്കയിലെ മുശ്രിക്കുകൾ അവർ പറയാറുണ്ടായിരുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. മക്കയിലെ മുശ്രിക്കുകൾ പറയാറുണ്ടായിരുന്നു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക. ഉംറ ചെയ്യുമ്പോൾ, ഹജ്ജ് ചെയ്യുമ്പോൾ അവർ പറയും, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകിക്കൊണ്ട് ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, അല്ലാഹുവേ നിന്റെ വിളിക്കുത്തരം നൽകി ഞങ്ങൾ ഇതാ വന്നിരിക്കുന്നു. അല്ലാഹുമ്മ എന്നാ പറയുന്നത്, നമ്മളെ ദുആയിൽ പറയുന്ന അതേപോലെ തന്നെ, നമ്മൾ ഹജ്ജിന് പോകുമ്പോൾ പറയുന്ന അതേ വാക്ക് തന്നെ. അപ്പൊ അത് പറയുമ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ അടുത്ത് ചെന്നുകൊണ്ട് പറയും, വൈലക്കും ഖദ് ഖദ്. അള്ളാഹുവിന്റെ റസൂൽ അവരോട് പറയുമായിരുന്നു, വൈലക്കും നിങ്ങൾക്ക് നാശം, ഖദ് ഖദ് നിങ്ങൾ അവിടെ നിർത്തുക, ഇനി അതിനപ്പുറത്തുള്ളത് പറയരുത്. ചില ആളുകൾ പറയും, മക്കയിലെ മുശ്രിക്കുകൾക്ക് വിശ്വാസം ഉണ്ടായിരുന്ന അള്ളാഹു എന്ന് പറഞ്ഞാൽ അത് വേറെ അള്ളാഹുവാണ്, അത് ഗോത്ര ദൈവമായിരുന്ന അള്ളാഹുവാണ്, അത് നമ്മൾ പറയുന്ന അള്ളാഹു അല്ല എന്ന് ചില ആളുകൾ പറയും. ഞാൻ ചോദിക്കട്ടെ, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് മുശ്രിക്കുകൾ പറയുമ്പോൾ ഏത് അള്ളാഹുവിനോടാണ് അവർ ചോദിച്ചിരുന്നത്? ഗോത്ര ദൈവമായിരുന്ന അള്ളാഹുവിനോടാണോ? അങ്ങനെ ഗോത്ര ദൈവമായ അള്ളാഹുവിനോടാണ് അവർ തേടിയിരുന്നത് എങ്കിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറയുക, വൈലക്കും ഖദ് ഖദ്, അവിടെ നിർത്താൻ പറയാ? നിങ്ങൾ ഗോത്ര ദൈവത്തിനല്ലടോ വിളിക്കുന്നത്, ഞാൻ പറഞ്ഞ അള്ളാഹിനെ വിളിക്കുന്നല്ലേ പറയേണ്ടത്. പക്ഷേ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത് എന്താ? വൈലക്കും ഖദ് ഖദ്, അവിടെ നിർത്തണം, ഇനി അതിനപ്പുറത്തുള്ളത് പറയരുത്. അതിനപ്പുറത്തുള്ള എന്താ? അതിനപ്പുറത്തുള്ളത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഈ പറഞ്ഞ പരിപാടിക്കാരെങ്കിലും മറുപടി വെച്ചാൽ അവർ പറയാൻ പോകുന്ന വാദമാണ്. ഓർത്തു വെച്ചോളൂ, ഈ വാദമാണത്. അതിനുശേഷം മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞ വാദം എന്താണോ അതാണ് ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും ഔലിയാക്കന്മാരിലേക്കും പുണ്യപുരുഷന്മാരിലേക്കും പുണ്യവൃക്ഷങ്ങളിലേക്കും തബറുക്ക് എന്ന പേരിൽ, സിയാറത്ത് എന്ന പേരിൽ, ഇസ്തിഗാസ എന്ന പേരിൽ, ഇസ്തിശ്ഫാ എന്ന പേരിൽ, ഇസ്തിആനത്ത് എന്ന പേരിൽ, പല പല പേരുകളിൽ ഈ പറഞ്ഞതിലേക്കൊക്കെ വിളിക്കുന്നവർ അവർ പറയുന്ന ന്യായമാണ് മക്കയിലെ മുശ്രിക്കുകൾ പറഞ്ഞത്. വാക്കിനോട് യോജിച്ചോണം.